മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അത് ബാങ്കോക്കിലും ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായ ഭൂമികുലുക്കത്തിൽ ബാങ്കോക്കിലും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബാങ്കോക്കിൽ നിന്ന് ബൈജു കൊട്ടാരക്കര ചേരുകയാണ്. ബൈജു, ബാങ്കോക്കിൽ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ബാങ്കോക്കിൽ ഇപ്പോൾ ശരിക്കും ഗതാഗതമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗതാഗതത്തിന് ഇവിടെ ദീർഘദൂര ട്രെയിനുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. മെട്രോ മാത്രമാണ് ആൾക്കാർ ആശ്രയിക്കുന്നത്. മെട്രോയും ഇവിടെ സിറ്റിയിലുള്ള റോഡുകളൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ട്രാഫിക് ജാം ഇതേവരെയും ഇവിടെ നിന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇന്നലെ രാത്രിയിലെ വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങളെ രാത്രി 2 മണിയായപ്പോഴേക്കും ഏതാണ്ട് 55 നിലയോളമുള്ള ഒരു ഹോട്ടലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നും വലിയ ഹൈറൈസ്ഡ് ബിൽഡിങ്ങുകളിൽ താമസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവിടെ ഇവാക്യുവേറ്റ് ചെയ്ത് ഞങ്ങൾ 4-5 നിലയുള്ള ബിൽഡിങ്ങുകളിലേക്ക് മാറണം എന്ന നിർദ്ദേശം അനുസരിച്ച് മറ്റൊരു ഹോട്ടലിലേക്ക് തന്നെ മാറുകയായിരുന്നു. അതുപോലെ നൂറുകണക്കിന് ആ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ വലിയ വലിയ അപ്പാർട്ട്മെന്റുകളിൽ നിന്നുമെല്ലാം പുറത്തിറങ്ങിയ ആളുകൾ ഈ റോഡിൽ നിലയുറപ്പിക്കുന്നത് കൊണ്ട് ഈ ഗതാഗതം വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭൂചലനം നടന്ന സ്ഥലത്തേക്ക്, അതായത് നഖോൻ സവാൻ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ബിൽഡിംഗ് തകർന്നു വീണത് ബാങ്കോക്കില്. അതില് 7 പേർ മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ 7 പേരല്ല, അത് 100-ൽ കവിയും എന്നാണ് ഇപ്പോൾ പ്രാദേശിക ചാനലുകൾ വെളിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, ബാങ്കോക്കിലും ഏതാണ്ട് 1000-ഓളം പേർ വിവിധ ആശുപത്രികളിലായി അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ നിന്ന് 2 മീറ്ററോളം ഉയരത്തിൽ പല തീരപ്രദേശങ്ങളിലും വെള്ളം ഉയർന്ന് തീരപ്രദേശങ്ങളിൽ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. തടാകങ്ങളിൽ വെള്ളം ഓളം വെട്ടി കരയിലേക്ക് കയറിയിട്ടുണ്ട്. നദികളിൽ നിന്ന് വെള്ളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഭിത്തികൾ വിണ്ടുകീറുകയും അകത്ത് അതിന്റെ ലൈറ്റിങ്ങുകളും അതേപോലെ അലാമും എല്ലാം താറുമാറാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിനെ പോലും അതിന്റെ ഭിത്തികളും ഒക്കെ വിണ്ടിരിക്കുന്നു. അതിന്റെ വിഷ്വൽസും ഒക്കെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അത് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ വലിയ ഹൈറൈസ്ഡ് ബിൽഡിങ്ങുകളിലൊക്കെ ആളുകൾ ഒഴിഞ്ഞ മട്ടം എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു, മാറണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ചെറിയ ഹോട്ടലുകളിലും ഒക്കെ താമസിക്കുന്ന, ചെറിയ ഹോട്ടൽ എന്ന് പറയുന്നത് 5-6 നിലയുള്ള ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഈ ഭൂകമ്പം നടന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഇർക്കക്ക് നടന്ന സ്ഥലത്ത് നിന്ന് ഗവൺമെന്റ് അവരെ 2 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പോലെ അവിടെ ഒരു നിയമം അവര് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ ഇന്നലെ തന്നെ പിൻവലിച്ചു ഇവിടെ. പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അവിടെയുള്ള ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ ഇന്നും നാളെയും അവധി കൊടുത്തിരിക്കുന്നു. അവരാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നപ്പോ താമസമാക്കിയിരിക്കുന്നത്. ശരി, ബൈജു കൊട്ടാരക്കരയാണ് വിശദമായ വിവരങ്ങൾ ബാങ്കോക്കിൽ നിന്ന് നൽകിയത്. ഈ ഭൂമികുലുക്കത്തെ തുടർന്ന് വലിയ നാശനഷ്ടമാണ് ബാങ്കോക്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ ചെറിയ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം അവിടുത്തെ സർക്കാർ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് സമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും.